ഹായ് എവരിവൺ. ഇന്നലെ ജഗ്ദീപ് ധൻകർ എന്ന നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചു. ഹെൽത്ത് ഇഷ്യൂസ് മൂലം അദ്ദേഹം രാജിവെച്ചു എന്നറിഞ്ഞതിൽ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. അദ്ദേഹത്തെ പോലെ ഉന്നത സ്ഥാനീയനായ, കേവലം സ്ഥാനം മാത്രമല്ല ആ സ്ഥാനം അർഹിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിൽ മറ്റൊരാളുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹം എങ്ങനെ നിർവഹിച്ചു എന്നത് എല്ലാവർക്കും ഒരു ഉദാഹരണമാകേണ്ടതാണ്, ഒരു മോഡലാകേണ്ടതാണ്. അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന നിലയിൽ രാജ്യസഭയുടെ ചെയർമാൻ കൂടിയായിരുന്നു. ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മറ്റെല്ലാ കീഴ്വഴക്കങ്ങളെയും മറികടന്നുകൊണ്ട് തനതായ ഒരു വ്യക്തിത്വവും തനതായ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനും അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും പ്രതിപക്ഷം വ്യഗ്രത കാണിച്ചതിൽ അദ്ദേഹം വളരെയധികം വേദനിച്ചിരുന്നു. ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു അദ്ദേഹത്തിനത്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു എന്നതൊരു സത്യം തന്നെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ബംഗാളിൽ അദ്ദേഹം ഗവർണറായിരുന്നു, നമുക്കറിയാമല്ലോ. ബംഗാളിൽ വളരെയധികം സാമുദായിക കലാപം ഉണ്ടായി. ഹിന്ദുക്കളെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തു. BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ ആഞ്ഞടിച്ചു, ഉപദ്രവിച്ചു, ഒത്തിരി പേരെ റേപ്പ് ചെയ്തു. അതിനെതിരെ കോടതിയുടെ സഹായം തേടിയെങ്കിലും ഫലപ്രദമായിട്ട് തടയാൻ നമ്മുടെ മമത ദീദിയുടെ സർക്കാർ തയ്യാറായില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഗവർണർ തന്നെ നേരിട്ട് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വിഷാദപൂരിതമായിട്ടാണ് നമ്മളത് കണ്ടത്. അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ അന്ന് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ലീഗൽ ലൂമിനറി ആയിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനത്യാഗത്തിലൂടെ, റെസിഗ്നേഷനിലൂടെ നമുക്കുണ്ടായിരിക്കുന്നത്. റെസിഗ്നേഷൻ BJPക്കും ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് രാജ്യസഭയുടെ ഒരു പൊസിഷൻ. BJP ഭൂരിപക്ഷം ഉണ്ടാക്കുമെങ്കിലും മറ്റൊരു പ്രശ്നം, ഈ രാജിവെച്ച അന്ന് മുതൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റൊരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന നിലയിലുള്ള പ്രവർത്തനം, കാർഷിക മേഖലയിൽ കർഷക സമരത്തിന്റെ നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം, ഒരു കർഷകൻ എന്ന നിലയിൽ, ഒരു ഗ്രാമീണൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇതൊക്കെ കർഷക സമരത്തിന്റെ ചൂട് തണുപ്പിക്കാൻ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അടുത്ത ഉപരാഷ്ട്രപതി ഒരു കർഷകനാകട്ടെ, കർഷകന്റെ മേഖലയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാകട്ടെ, പല സമരങ്ങളെയും തണുപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാച്ചർ വിട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ വിട്ടിട്ടുള്ള പെരുമാറ്റം പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. ഇത്രയും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ഈ സമയത്ത് നമുക്ക് ഒരു പദവിയിൽ നിന്നും വിരമിക്കുന്നത് നമുക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ഇൽനസ് സമീപ ഭാവിയിൽ തന്നെ ഭേദമാകും. അദ്ദേഹം എന്തുമാത്രം വേദന അനുഭവിച്ചായിരിക്കാം ഇന്നലെയും കഴിഞ്ഞ ദിവസം. ഇന്നലെ മൺസൂൺ സെഷന്റെ ആദ്യ ദിവസമായിരുന്നു, നമുക്കറിയാം. ആദ്യത്തെ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തന്നെ അദ്ദേഹം റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. ആദ്യ ദിവസം തന്നെ സദാനന്ദൻ മാസ്റ്റർക്കൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തു. അതിന് അദ്ദേഹം ആ ചടങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹം മാഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും BJPക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് രോഗമുക്തി ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അത് നമ്മുടെ ഭാരതത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഉപരാഷ്ട്രപതിമാരൊക്കെ വളരെ സൈലന്റ് ആയിരുന്നു. ഇദ്ദേഹം സൈലന്റ് ആയിരുന്നില്ല, എന്നാൽ വയലന്റും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ഒരു മോഡൽ തന്നെയാണ്. അതിന് പറ്റിയ ഒരാൾ സമീപ ഭാവിയിൽ നമുക്കുണ്ടാകും. പറ്റുമില്ല, അദ്ദേഹം തന്നെ രോഗമുക്തനായിട്ട് തിരികെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോകുന്നത്, അദ്ദേഹത്തിന് അതുപോലെ ഒരു ഇൽനസ് ഉണ്ടെങ്കിൽ എത്രമാത്രം വേദനയോട് കടിച്ചമർത്തിയായിരിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിംഗിൽ പങ്കെടുത്തത്, രാജ്യസഭയെ നിയന്ത്രിച്ചതെന്ന് നമ്മൾ ഓർക്കണം. എനിവേ, അദ്ദേഹത്തിന്റെ രോഗം വളരെ പെട്ടെന്ന് ഭേദമാകും. അദ്ദേഹത്തിന് കാര്യമായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.